ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നിടാൻ പോകുന്ന വീഡിയോ ഒരു ഫുട്ബോൾ ലീഗ് 2026 എന്ന് പറയുന്നൊരു ഗെയിമിനെ കുറിച്ചാണ്. പിന്നെ ഈ ഗെയിം ഒരു ഓഫ്ലൈൻ ഗെയിമാണ്, പെസ്സിൻ്റെ കോപ്പി ഗെയിം. ഈ ഗെയിം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതാണ്. ഞാൻ അത് കളിച്ചു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ പോർച്ചുഗലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റൊണാൾഡോ ഗോൾ അടിച്ചിട്ട് സുഖടിക്കുന്ന ഷോർട്സ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. എല്ലാവരും ഒന്ന് മറക്കാതെ പോയി കാണണം. ഇത് ഞാൻ അർജൻറ്റീനയായിട്ട് ഞാൻ ഒരു മാച്ച് കളിച്ചായിരുന്നു, ഒന്ന് റെക്കോർഡിലിട്ടായിരുന്നു കളിച്ച. ആ വീഡിയോ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം പറഞ്ഞ് താമസിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ തുടങ്ങുന്നത്. 2026 ഫുട്ബോൾ ലീഗ് അർജൻറ്റീന ടീംസ്. ആൻഡ് ഏതേതാന്ന് നോക്കിയാൽ നല്ല ടീം പച്ചപ്പട അർജൻറ്റീന. അത് കണ്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ കളി തുടങ്ങിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഗെയിമാണ്. പക്ഷേ ഇതിനുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ കാണുമ്പോൾ അറിയാം, ഇതിനകത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് പരസ്യം കയറി വരും. അതെനിക്ക് ഇഷ്ടപ്പെടത്തില്ല, ഈ പരസ്യം കയറി വരുന്നത്. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പരസ്യം കയറി വരുന്നത് എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ പരസ്യം, ഇതിനകത്ത് മൊത്തം ഇൻസ്റ്റാഗ്രാമിൻ്റെ പരസ്യം വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ. ഒന്നുമില്ല, നമ്മൾ ഇപ്പം ഗോളടിക്കും. ഇപ്പൊ പറഞ്ഞില്ല എന്നും പറഞ്ഞില്ല പരസ്യം. ഇതാണ് കുഴപ്പം. ആകെ ഞാൻ ഇടയ്ക്കൊന്ന് മാറ്റാൻ നോക്കിയായിരുന്നു, പക്ഷെ നടന്നില്ല. അത് ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്തൊന്നുമില്ല. കണ്ട, ഞാൻ പറഞ്ഞു ഞാൻ മാറ്റാൻ നോക്കിയാണ്, പക്ഷെ നടന്നില്ല. അതിനെ മാറ്റണ്ടാകുന്നു. ഇങ്ങനെ കുഴപ്പമില്ല. നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കളി വാങ്ങുമ്പോൾ ഒന്നുമില്ല, ഇങ്ങനെ ഇത് കളിയുടെ ഒന്നും. അതുകൊണ്ട് ഞാൻ മറ്റേ ഈ കളിക്കുന്ന ഒന്നും കൊണ്ട് കാണിച്ചു തരുതി, അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഗെയിമാണ്. ഇതിന് നല്ല അഭിപ്രായങ്ങളുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ കേട്ടിട്ടുണ്ട്. നല്ല ഗെയിമാണ്. പിന്നെ ഈ വഴി ഒരുപാട് വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഞാൻ ആദ്യം ഇട്ട വീഡിയോ രണ്ടാമതോ മൂന്നാമതോ ഇട്ട വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പുറത്ത് റോഡാണ്, അതുകൊണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നത് ആ സൗണ്ട് കേൾക്കാൻ, അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. പിന്നെ പറയാനെന്ന് പറഞ്ഞാൽ ഫോണ് നല്ല ചൂടായിരുന്നപ്പോഴാണ് ഞാൻ കളിച്ചത്. മാത്രമല്ല, ചൂടായിരുന്ന മാത്രമല്ല, ഞാൻ ഈ റെക്കോർഡിലിട്ടും കൂടെ കളിച്ചുകൊണ്ട് ഈ ലാഗ് അടിച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് വീഡിയോയിൽ അത്രയ്ക്ക് എടുത്തറിയുന്നില്ലെങ്കിലും നല്ല ലാഗ് ഉണ്ടായിരുന്നു. നല്ല ലാഗ്. അങ്ങനെ നിന്ന് ആണ് ഞാൻ ഇത്രയും കളിച്ചത്. ഈ ഗെയിം ഒരു തരത്തിലും ഇതല്ല, പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കളിക്കാവുന്ന ഒരു ഗെയിമാണ്. ഓഫ്ലൈനാണ്, MBക്ക് കിട്ടുന്നതാണ്. നൈസ് ഗെയിമാണ്. പേര് ഫുട്ബോൾ ലീഗ് 2026. എല്ലാവരും ഒന്ന് കളിച്ച് ഈ ഗെയിമിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കളിച്ചാൽ, ഞാൻ ചുമ്മാ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ കളിച്ചാൽ മതി. നല്ല ഗെയിമാണ്. ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ പെസ് ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടും. ഈ പെസ് കണക്ക് തന്നെ, ഇത് മൊത്തം പെസ് കണക്ക് തന്നെ. പക്ഷേ ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ പെസ്സിനകത്ത് ആൾക്കാരെ ഇങ്ങനെ ഇത് കൊടുത്തെടുക്കാൻ പറ്റും.
എന്ന് വെച്ചാൽ ഞാൻ പറയാവേ, ഈ പൈസ കൊടുത്ത് എന്തോ ബോക്സ് തുറക്കുമ്പോൾ ആളെ കിട്ടും. ഇതിനകത്ത് അങ്ങനെ കിട്ടത്തില്ല. ഇതിനകത്ത് ഈ മാച്ച് പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ടീമിലുള്ള ആൾക്കാരെ മാത്രമേ ഇടൂ. ടീമിലുള്ള ആൾക്കാരുടെ സ്പെല്ലിങ് മൊത്തം തെറ്റായിരിക്കും. പിന്നെ ഈ റൊണാൾഡോയുടെയും മെസ്സിയുടെയൊക്കെ സ്പെല്ലിങ് ഞാനാണ് കറക്റ്റാക്കിയത്. അങ്ങനെ സ്പെല്ലിങ് കറക്റ്റാക്കാനും നമ്പർ കറക്റ്റാക്കാനും പറ്റും. പിന്നെ നമ്മുടെ ക്യാപ്റ്റനും അതൊക്കെ ഇതൊക്കെ നമ്മൾ തന്നെ ഇടണം. അവരിടുന്നതിന് വേറെ ആൾക്കാരും. ക്യാപ്റ്റൻ ഇതിനകത്ത് മെസ്സിയും അർജൻറ്റീനയും മെസ്സിയും പോർച്ചുഗലിൽ റൊണാൾഡോയുമാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ് ഇതാക്കണം. നമ്മൾ കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഹാഫായി കഴിഞ്ഞു. ഹാഫ് എന്ന് വെച്ചാൽ പാതി ഇതായിട്ടുണ്ട്. 4-0. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇടുന്ന വൈകുന്നേരത്താണ്. അപ്പം മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്, പറ്റും കേട്ടോ. ഞാൻ സ്കോറ് പറഞ്ഞ് ഇതാക്കണ്ട. ഇത് കാണുന്ന കുറേ പോർച്ചുഗൽ ഫാൻസും കാണും. അത് കാണുമ്പോൾ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു പോർച്ചുഗൽ ഫാനാണ്. മാത്രമല്ല ഇത് ഇട്ടേന്ന് വെച്ചാൽ കളിച്ച് നോക്കാൻ വേണ്ടി എടുത്തേ. മാത്രമല്ല ഞാൻ അർജൻറ്റീന ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയണ്ട. എനിക്ക് അർജൻറ്റീനയെ മെസ്സിയെ ഇഷ്ടമാണ്, നല്ല കളിയാണ്. പക്ഷേ ഞാനൊരു പോർച്ചുഗൽ ഫാനാണെന്നേ ഉള്ളൂ. അർജൻറ്റീനയിലെ മെസ്സിയുടെ കാര്യം നല്ലതാണ്. ഇതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്. പിന്നെ ഞാൻ ഒന്നൊരു ഇതിട്ടേക്കാം. അർജൻറ്റീന ഫാൻസ് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യും, ലൈക്കും പിന്നെ മറ്റൊന്ന് ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബും ചെയ്ത് അർജൻറ്റീന ഫാൻസിൻ്റെ പവർ വെളിയിൽ കൊണ്ടുവരണം. അങ്ങനെയൊക്കെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞ ഇത്ര കാര്യങ്ങൾ അർജൻറ്റീന ഫാൻസ് ചെയ്തു തന്നാൽ മോനെ പിന്നെ തൊട്ട് ഞാൻ അർജൻറ്റീന ഫാനായിരിക്കും. ഈ റൊണാൾഡോ ഫാൻസ് ചെയ്തിട്ട് അർജൻറ്റീന കാര്യം ഇത് ചെയ്തെന്ന് കമൻറ്റ് ബോക്സിനെ ഓണാക്കി ഇട്ടേക്കണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വീഡിയോയിൽ ഓണാണെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടേക്കണം. ഞാൻ നമ്പർ പറയാം: 94 46 83 96 07. ഇതാണ് നമ്പർ. ഇതിനകത്തുനിന്ന് മെസ്സേജ് ഇട്ടേക്കണം. റൊണാൾഡോ ഫാൻസ് ഇതിങ്ങനെ ചെയ്തിട്ട് മെസ്സേജ് ഇട്ടാൽ കൂടുതൽ ആരാ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് മെസ്സേജ് ഇടുന്നതെന്ന് നോക്കാം. അങ്ങനെ ബ്രസീൽ ഫാൻസിനും ഉണ്ട് കേട്ടോ അവസരം. ഏത് ഫാനായാലും മാക്സിമം ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ലൈക്കും കിട്ടുന്ന ഏത് ടീമിനാണോ ആ ടീമിൻ്റെ ഫാനായിരിക്കും ഞാൻ. ഓക്കെ, പറഞ്ഞു ബോറടിപ്പിക്കണ്ട, കളിയിലോട്ട് പോകും. 6-0 നിൽക്കുകയാണ്. ഗോൾ നൈസ് ഗോളായിരുന്നു, കൊള്ളാം. മെസ്സിയാണ് ഗോൾ അടിച്ചത്. മെസ്സി ഇപ്പോൾ ഷൂ സോറി മെസ്സി ഷൂ അടിക്കുന്ന ഉണ്ട്. അത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാനിത് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചില്ല, ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം. ഇതിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതില്ല. ചിലപ്പോൾ മെസ്സി ആയിരിക്കും ഷൂ അടിക്കുന്നത്, ഈ നെയ്മറിൻ്റെ സ്കില്ലിടും. ഈ സ്കിൽസിനൊരിതില്ല, അതേ ഉള്ളൂ ഇതിൻ്റെ ഒരു ആകെ കുഴപ്പവും. ഈ സ്കിൽസ് ഇനി റൊണാൾഡോ ഷൂ അടിക്കും, പിന്നെ അർജൻറ്റീന മെസ്സിയുടെ സ്കില്ലിടും, നെയ്മറിൻ്റെ സ്കില്ലിടും. ചിലപ്പോൾ റൊണാൾഡോയുടെ സ്കില്ലിടത്തില്ല. അങ്ങനെയൊക്കെയുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടൊരു ചെറുത് തോന്നിയിരിക്കുന്നത്. ഇപ്പം കുഴപ്പമില്ല, കളിക്കാൻ നല്ലൊരു ഗെയിമാണിത്. ഞാൻ പറഞ്ഞില്ലേ ലാഗ് ഉണ്ടായിരുന്നു, ആ ലാഗിൻ്റെയാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ആയത്. എല്ലാ വീഡിയോ ഇങ്ങനെ സ്കിപ്പടിച്ച് പോയതാണ് കേട്ടോ. അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ പരസ്യം വരുന്നുണ്ട്, മാറ്റാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കി സ്കിപ്പടിച്ചതാണ്.
പോർച്ചുഗൽ ഫാൻസ് വിഷമിക്കണ്ട, ഞാൻ ഇതിനൊക്കെ ഒരു വീഡിയോ ഇട്ടില്ലല്ലോ, ഒരു ഷോർട്സ് അല്ലേ ഇട്ടോള്, അങ്ങനെയൊക്കെ അടിച്ച് വിഷമിക്കണ്ട. ഞാൻ പറയട്ടെ, ഷോർട്സിന് ഒരു 500 അല്ലല്ലോ പോട്ടെ ഒരു 1000 വ്യൂസും ഒരു 100 ലൈക്കും അല്ല വേണ്ട, ഇത്രയൊക്കെ കൂടുതലൊന്നും വേണ്ട, 50 ലൈക്ക് അത്രയൊക്കെ മതി. 50 ലൈക്കും 500 വ്യൂസ് ആൾക്കാർ കണ്ടു എന്നുള്ളത് 500ഉം ആണെങ്കിൽ വന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഞാനൊരു പോർച്ചുഗലിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ, പിന്നെ കാണാം.